നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിയിലെ ഒരു കപ്പൽ ക്രൂസ് ഷിപ്പ് വന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ കായലിൽ കൂടി ഒരു ബോട്ട് യാത്ര, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കുടുംബസമയം നടത്തുന്ന എക്സൈറ്റിംഗ് ആയിരിക്കാം. എന്നാൽ ഇതിനേക്കാൾ ഗംഭീരമായ ക്രൂസുകൾ നടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഉൾനാടുകളിലൂടെ കനാലുകളിലൂടെ ദീർഘദൂരം പോകാവുന്ന, അല്ലെങ്കിൽ വെനീസ് പോലുള്ള കനാൽ നഗരങ്ങൾ, ലോകാത്ഭുതങ്ങളായ വെനീസ് പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ വരുമ്പോൾ ഈ പോളയും ഈ കൊതുകും ഇതൊക്കെയുള്ള കനാൽ കാണിച്ച് നമ്മൾ അത്ഭുതപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചളിപ്പ് നമുക്കുണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ വെനീസ് എന്ന് വരുന്നവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതല്ല നമ്മൾ കാണിക്കേണ്ടതെന്നാണല്ലോ എൻ്റെ അർത്ഥം. പകരം നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ കൃഷി, നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകൾ, ഇതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ ഗ്രാമജീവിതവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഉത്സവങ്ങളും നമ്മളുടെ ഒരു വീട്ടിലെ ഒരു ദൈനംദിന ആക്ടിവിറ്റി പോലും ടൂറിസം പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഇന്നോവേറ്റീവായ ചില ആശയങ്ങൾ കൊണ്ടുവരണം. ഇത് പാശ്ചാത്യർ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളാണ്. ഞാൻ പറയും, ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലെ വൃത്തിയുള്ള ഒരു അടുക്കളയിൽ രാവിലെ ആ അടുപ്പിൻ്റെ തറയിൽ കയറി ഇരുന്നിട്ട് രാവിലെ വീട്ടമ്മ ദോശ ചുടുന്നതിനൊപ്പം ഇരുന്ന് ആ ദോശ ചൂടോടെ ചുട്ട് കൊടുക്കുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു അനുഭവം ഒരു പാശ്ചാത്യ വനിതയ്ക്കുണ്ടായാൽ അവരുടെ ജീവിതത്തിലെ മറക്കാത്തൊരു അനുഭവമായിരിക്കും. ഈ മട്ടിൽ കേരളത്തിൻ്റെ ടൂറിസം കൺസെപ്റ്റുകളെയും പ്രോഡക്റ്റുകളെയും റീഡിസൈൻ ചെയ്യണം. ഒപ്പം അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും കാശുള്ളവന് ഏറ്റവും മികച്ചതും, ബജറ്റ് ട്രാവലർക്കാണെങ്കിൽ വീടിനോടനുബന്ധിച്ചുള്ള ഹോം സ്റ്റേകളിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൃത്തിയുള്ള താമസ സൗകര്യങ്ങൾ, വൃത്തിയും ഭംഗിയുള്ള വഴിയോരങ്ങൾ. ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഒരു വിദേശ ടൂറിസ്റ്റ് വന്ന് ഇറങ്ങുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. നമ്മളിവിടെ തന്നെ ജനിച്ചു വളർന്നവരാ. അവൻ കയറിയത് ദുബായിൽ നിന്നാണ്. ദുബായിയുടെ പുതിയ കാലത്തെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം എത്ര വൃത്തിയും ക്ലീനും ഡീസൻറ്റുമാണ്. ആ എയർപോർട്ടിലേക്ക് വരുന്ന വഴിയോരങ്ങൾ പോലും മരുഭൂമിയുടെ നടുക്ക് പച്ച പുല്ല് പിടിപ്പിച്ച് മൾട്ടി കളർ പൂക്കളുടെ പരവതാനിക്കകത്തൂടെ നടന്ന് എയർപോർട്ടിലേക്ക് വരുന്നു. അവൻ ഒന്ന് ഉറക്കം തെളിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് നെടുമ്പാശ്ശേരിയാണ്. അവിടെ എയർപോർട്ടിൽ നിന്ന് കൊച്ചി നഗരത്തിൽ വരെ വരുമ്പോൾ കാണുന്ന കാഴ്ചയായിട്ട് കോൺട്രാസ്റ്റ് അവൻ കാണുന്നത്. അവൻ്റെ ആദ്യത്തെ ഷോക്ക്, ഈ കൾച്ചറൽ ഷോക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ അവൻ്റെ ആദ്യത്തെ ഷോക്ക്, ദൈവമേ സ്ഥലം മാറിപ്പോയോ എന്നായിരിക്കും. അവിടെ മുതൽ നമ്മൾ തുടങ്ങണം. ദുബായിയോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ വേറൊരു ശൈലിയിലെങ്കിലും അവനെ ആഹ്ലാദിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ട് ആ വഴിയോരത്ത് മുഴുവൻ വെച്ചിരിക്കുന്ന പെട്ടിക്കടകളും പടുതാ വലിച്ചു കെട്ടിയ സാധനങ്ങളും, വഴിയോരത്ത് ചെളി കുഴിഞ്ഞ് റോഡിൻ്റെ അപ്പുറേ ചെളി കുഴി ചരക്ക് ലോറി വന്ന് പാർക്ക് ചെയ്ത് കുഴിയും ചെളിയുമായ വഴിയോരങ്ങളും, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. അവർക്കവിടെ പാർക്ക് ചെയ്യണ്ടെന്നാണ് ചോദ്യം. പാർക്ക് ചെയ്തോളൂ, പക്ഷേ ടൂറിസം ഒന്നും കൂടെ പറയരുത്.